എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എങ്ങനെയാണ് ബ്രൂണോയിൽ ലോക്കൽ ഹോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്ത് CRUD ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് JSON സെർവറാണ്. ഞാനത് ഓൾറെഡി എൻ്റെ ലോക്കലിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാനുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അത് ഞാൻ കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു കമാൻഡ് യൂസ് ചെയ്ത് ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന പോർട്ടിൽ JSON സെർവർ ഞാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ എൻ പോയിന്റ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോം ബ്രൗസറിൽ. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇതിനകത്തൊരു അറയാണുള്ളത്. ഒരു സിംഗിൾ JSON ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എൻ പോയിന്റ് ആയിരിക്കും നമ്മൾ ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ബ്രൂണോയുടെ 1.4.0 എന്ന വേർഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഞാൻ ബ്രൂണോയ്ക്കകത്ത് JSON സെർവർ എന്ന് പറഞ്ഞ് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കളക്ഷൻ empty ആണ്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഫസ്റ്റ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആദ്യമേ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ റിക്വസ്റ്റ്. റിക്വസ്റ്റിൻ്റെ പേര് ക്രിയേറ്റ് പോസ്റ്റ്, URL കൊടുക്കുന്നതിന് മുമ്പ് HTTP മെത്തേഡ് പോസ്റ്റാക്കി മാറ്റുന്നു. അതിനുശേഷം URL ഇതാണ്. ഈ URL ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ബോഡി ടാബിൽ പോയി നോ ബോഡി എന്നുള്ള വാല്യൂ മാറ്റി JSON എന്ന വാല്യൂ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ പേലോഡ് പാസ് ചെയ്യണം. പേലോഡ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഈ ID നമുക്ക് വേണ്ട. അതുപോലെ ഈ സ്പേസ് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ ഫയൽ സേവ് ചെയ്യാം. ഇനി ഞാൻ ഒരു പുതിയ റിസോഴ്സ് ഈ എൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ID 2 ആയിട്ടുള്ള JSON സെർവർ ടൈപ്പ് കോഡ് എന്ന വാല്യൂസ് ഉള്ള ഒരു JSON ഒബ്ജക്റ്റ് കൂടെ ഈ എൻ പോയിന്റിൽ ആഡ് ആവും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിലവിൽ ID 1 ആയിട്ടുള്ള ഒരു JSON ഒബ്ജക്റ്റ് മാത്രമാണ് ഉള്ളത്. ഞാൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. 201 ക്രിയേറ്റഡ് എന്നുള്ളത് വന്നു. നമ്മൾ പാസ് ചെയ്ത പേലോഡ് റെസ്പോൺസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ എൻ പോയിന്റ് റിഫ്രഷ് ചെയ്ത് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് കാണാം, പുതിയ JSON ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി ഒരു പർട്ടിക്കുലർ ID ഉള്ള JSON ഒബ്ജക്റ്റ് ആണ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് // കൊടുക്കുക. അതിനുശേഷം ID വാല്യൂ ഈ എൻ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കാണാം, ID 2 ആയിട്ടുള്ള JSON ഒബ്ജക്റ്റിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഗെറ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ ക്രിയേറ്റ് പോസ്റ്റ് എന്ന റിക്വസ്റ്റിനകത്ത് വേർസ് എന്ന ടാബിൽ പോയി ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ആഡ് എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. പോസ്റ്റ് ID വാല്യൂ എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ എക്സ്പ്രഷൻ body.ID, അതായത് ഈ റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റ് ആകുന്ന IDയുടെ വാല്യൂ പോസ്റ്റ് ID വാല്യൂ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുവാണ്. ഇനി ഈ വേരിയബിൾ ഞാൻ നെക്സ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യും. വേരിയബിൾ വെച്ച് റെഫർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ റിക്വസ്റ്റ് സേവ് ചെയ്യുവാണ്. ഇനി സെക്കൻഡ് റിക്വസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ന്യൂ റിക്വസ്റ്റ് ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ്. ഇവിടെ എൻ പോയിന്റ് കൊടുക്കണം. ഇതാണ് എൻ പോയിന്റ്. ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി ഈ 2ൻ്റെ അവിടെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ ഇവിടെ റെഫർ ചെയ്യാം. പോസ്റ്റ് ID വാല്യൂ.
ഇപ്പോൾ ഇവിടെ വാല്യൂ വന്നിട്ടില്ല. വീണ്ടും ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ വാല്യൂ വരുള്ളൂ. ഞാനിനി ബാക്കി റിക്വസ്റ്റുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ റിക്വസ്റ്റ് ക്ലോൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ഞാൻ പുട്ട് റിക്വസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലോൺ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പേര് മാറ്റി അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇവിടെ ബോഡി എന്ന ടാബിൽ നമുക്ക് പേലോഡ് പാസ് ചെയ്യണം. ഈ പേലോഡ് തന്നെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ബോഡി ടാബിൽ JSON എന്ന വാല്യൂ ചൂസ് ചെയ്ത് അത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ചെറിയ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ഡിലീറ്റ് റിക്വസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനു മുമ്പ് ഇവിടെ ഞാനിപ്പം നിലവിലെ ഗെറ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് HTTP മെത്തേഡ് മാറ്റി നമ്മൾ ഗെറ്റ് മാറ്റി പുട്ടാക്കണം. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. വീണ്ടും ഇത് ഞാൻ ക്ലോൺ ചെയ്യുവാണ്. ഡിലീറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ്. ഇപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ഒരു CRUD ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പോസ്റ്റ് HTTP മെത്തേഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഗെറ്റ് HTTP മെത്തേഡ് യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം പുട്ട് HTTP മെത്തേഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഏറ്റവും അവസാനം നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ് ക്രിയേറ്റ് ചെയ്ത റിക്വസ്റ്റ്. ഈ റിക്വസ്റ്റിൻ്റെ കേസിൽ നമുക്ക് HTTP മെത്തേഡ് ഡിലീറ്റ് ആക്കി മാറ്റണം. ഫയൽ സേവ് ചെയ്യുന്നു. ഇവിടെ ബോഡിക്കകത്ത് ഈ ഡീറ്റെയിൽസ് വേണ്ട, കാരണം നമ്മൾ റിസോഴ്സിനെ ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ ഓരോ തവണ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ചേഞ്ച് ആ എൻഡ് പോയിന്റ് കാണിക്കുന്നതായിരിക്കും. ആദ്യമേ ഞാൻ പുതിയൊരു റിസോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ID 3 ആയിട്ടുള്ള ഒരു JSON ഒബ്ജക്റ്റ് ആയിരിക്കും ആ എൻഡ് പോയിന്റ് കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ID 3 ആയിട്ടുള്ള റെസ്പോൺസ് വന്നു. ഈ എൻഡ് പോയിന്റ് ഇതല്ല എൻഡ് പോയിന്റ്. ഈ എൻഡ് പോയിന്റ് പോസ്റ്റ് എന്നുള്ള ഈ എൻഡ് പോയിന്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് വന്നിരിക്കുന്നത്. ഇനി ഞാൻ സെക്കൻഡ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ്. നിങ്ങൾക്ക് കാണാം ഇത്തവണ ആ വേരിയബിളിൻ്റെ അവിടെ ഹോവർ ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ വന്നിരിക്കും 3 എന്നുള്ളത്. ഇനി ഞാൻ ആ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് കാണാം ID 3 ആയിട്ടുള്ള JSON ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് വന്നിട്ടുണ്ട്. ടൈറ്റിൽ JSON സെർവർ, ഓതർ ടൈപ്പിംഗ് കോഡ്. ഇനി നമ്മൾ ഈ പർട്ടിക്കുലർ റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഈ ഡേറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഞാൻ ടൈറ്റിൽ എന്ന കീയുടെ വാല്യൂ JSON സെർവറിൽ നിന്ന് JSON സെർവർ 1 ആക്കിയും ഓതറിൻ്റെ വാല്യൂ ടൈപ്പിംഗ് കോഡ് 1 എന്നാക്കിയും മാറ്റിയിട്ടുണ്ട്. ആ ചേഞ്ച് നമുക്ക് എൻഡ് പോയിന്റ് അതുപോലെ റെസ്പോൺസും വരുന്നുണ്ടോ നമുക്ക് വെരിഫൈ ചെയ്യാം. റെസ്പോൺസ് വന്നു. ഇനി നമുക്ക് ആ എൻഡ് പോയിന്റും കൂടെ നോക്കാം. ഞാൻ ഈ എൻഡ് പോയിന്റ് റിഫ്രഷ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ചേഞ്ച് വന്നിരിക്കുന്നു. JSON സെർവർ 1 ടൈപ്പിംഗ് കോഡ് 1. ഇനി ഞാൻ ലാസ്റ്റ് റിക്വസ്റ്റായ ഡിലീറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. അത് സെൻഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാം empty JSON വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആ എൻഡ് പോയിന്റ് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ID 3 ആയിട്ടുള്ള ഡേറ്റ അവിടെ കാണുന്നില്ല. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ എൻഡ് പോയിന്റ് റിഫ്രഷ് ചെയ്തു. നിങ്ങൾക്ക് കാണാം ID 3 ആയിട്ടുള്ള JSON ഒബ്ജക്റ്റ് റിമൂവ് ആയി. ഇനി നമുക്കിത് കളക്ഷൻ ആയിട്ടും കൂടെ റൺ ചെയ്ത് നോക്കാം. കളക്ഷനായിട്ട് ഒന്നെങ്കിൽ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു റണ്ണർ ഓപ്ഷൻ ഉണ്ട്. ഒരു ഐക്കൺ കാണാം. ആ ഐക്കണെ ക്ലിക്ക് ചെയ്താൽ മതി. റൺ ചെയ്യുന്ന പോലെ ഒരു ഐക്കണാണ്. ആ ഐക്കണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൺ കളക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും. യു ഹാവ് 4 റിക്വസ്റ്റ് ഇൻ ദിസ് കളക്ഷൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഞാൻ റൺ കളക്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം എല്ലാം കറക്റ്റായിട്ട് വർക്കായി. ഇത് കളക്ഷൻ നമുക്ക് ബ്രൂണോ CLI യൂസ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് റൺ ചെയ്യാം. നമുക്ക് അസേഷനൊക്കെ ആഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെക്കിങ്ങും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂണോയിൽ ലോക്കൽ ഹോസ്റ്റ് റിക്വസ്റ്റുകൾ ഹിറ്റ് ചെയ്യേണ്ടത്. അഡീഷണൽ ആയിട്ട് ഒരു സെറ്റിങ്സും ചെയ്യേണ്ട. സാധാരണ
API റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബ്രൂണോയിൽ ലോക്കൽ ഹോസ്റ്റ് റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം വേർഷൻ 1.4.0 എന്ന വേർഷൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.